ഡാൻസ് പഠിക്കാൻ തുടങ്ങാൻ പോവാണ്. വിഗ്രഹങ്ങളൊക്കെ വേണം. നമുക്ക് പഠിക്കാൻ നല്ലത് ഈ മറ്റേ അങ്ങനെ ഈ വിദ്യാരംഭത്തിന് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് ദൈവത്തെയൊക്കെ നന്നായി പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും തുടങ്ങി. പണ്ട് എനിക്ക് തോന്നുന്നു ഒരു +2 വരെയൊക്കെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വർഷം പഠിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും ആഗ്രഹം പഠിക്കണം എന്ന്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ വന്നാൽ നമ്മൾ അപ്പം ചെയ്യണ്ടേ? അങ്ങനെ ഞാൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ട് ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമയം അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് വൃന്ദ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. നിത്യാര എന്നാണ് അവളുടെ സ്കൂളിൻ്റെ പേര്. അപ്പോൾ വൃന്ദ എനിക്ക് സിസ്റ്ററിനെ പോലെയാണ്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് ക്ലാസ് US-ലും കാനഡയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സൗകര്യത്തിനാണ് എനിക്കിപ്പോൾ ക്ലാസ്സസ് എടുത്തു തരുന്നത്. ഇത്രയും നാളിന് ശേഷം ഈ ഡാൻസ് കളിക്കുമ്പം ഒരുപാട് ഇമോഷൻസും അതേപോലെ ഒരുപാട് മെമ്മറീസും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ആദ്യമായിട്ട് ഡാൻസ് പഠിച്ചത്. അന്ന് എനിക്ക് സിനിമാറ്റിക് പഠിക്കണം എന്നായിരുന്നു. പക്ഷെ അമ്മയുടെ നിർബന്ധത്തിനാണ് ഞാൻ ആ ഡാൻസ് പഠിച്ചത്. പിന്നെ എനിക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. പഠിത്തം കാരണം അത് നിർത്തേണ്ടി വന്നു. എന്നെ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നത് പാർവതി കലാക്ഷേത്രം എന്നൊരു ടീച്ചറാണ്. ആ ടീച്ചർ ഇന്നില്ല. അപ്പം ടീച്ചറിനെയും ഞാൻ ഇന്നേ ദിവസം ഓർത്തു. പിന്നെ ഈ ഒരു വിശേഷം നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി.